സർവജ്ഞാനിയും സർവശക്തനും സർവവ്യാപിയുമായ സർവേശ്വരൻ്റെ പിതാവും പുത്രനും പരിശുദ്ധവുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമം ഇന്നും എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗസ്ഥനായ ദൈവം പുത്രൻ മുഖാന്തരം നമ്മളെ സന്ദർശിച്ച് പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇന്ന് നമ്മളോടുകൂടെ വസിക്കുന്ന എൻ്റെ സാന്നിധ്യത്താൽ നമ്മളെ അനുഗ്രഹിക്കുന്ന അവിടുത്തെ കൃപയും അനുഗ്രഹങ്ങളും എന്നേക്കും നമ്മളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മളുടെ ഓരോ ചിന്തകളും നമ്മൾ പഠനങ്ങളും എല്ലാം തിരുനാമഹത്വത്തിനാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മളോടുകൂടി സഹായിക്കട്ടെ. ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ, ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കട്ടെ, അന്തരാത്മാവിൽ അനുഭവേദ്യമാകുവാൻ തക്കവണ്ണം ആത്മപകർച്ചയുടെ അഭിഷേകം നമ്മുടെ മേലോടുന്ന് പൊഴിക്കട്ടെ. തിരഹിതം തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങൾ സ്ഫടിക തുല്യമായി നിർമ്മലതയോടെ ദൈവഹിതം തിരിച്ചറിയുവാൻ ഉതകും തക്കവണ്ണം ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മുടെ ഉള്ളങ്ങളെ കത്തിക്കട്ടെ. യെരമ്യാവ് പ്രവാചകൻ പറഞ്ഞ പോലെ അതിൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് തീ കത്തുന്നത് പോലെ നമ്മളിൽ പ്രോജ്വലിക്കട്ടെ, നമ്മളിൽ ഉജ്ജ്വലിക്കട്ടെ. മാത്രമല്ല നമ്മളിൽ കൂടെ അനവധി കാര്യങ്ങൾ ചെയ്തെടുക്കുവാണ്ടൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ തിരുവെഴുത്തുകളെ നമ്മളിൽ നിക്ഷേപിക്കട്ടെ. നമ്മളിൽ അസ്ഥി സൗഖ്യമായി മാറട്ടെ. തിരുവചനം അത് നമ്മുടെ അസ്ഥികൾക്ക് സൗഖ്യമായി ബലമായി മാറട്ടെ. ആത്മശരീര മനസ്സുകളെ സമ്പൂർണ്ണമായി അത് അനുഗ്രഹപ്രദമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ 139 സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. 130 സങ്കീർത്തനം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഊഷ്മളതയാണ്, ഒരു സ്വീറ്റ്. അതെങ്ങനെ വിവരിക്കാൻ വാക്കുകളില്ല. അത് എന്തോ ഒരു മനോഹരമായൊരിതാണ്. എല്ലാം യുണീക്കാണെന്ന് പറയാം കേട്ടോ. ഓരോ സങ്കീർത്തനം എടുക്കുമ്പോൾ അങ്ങനെ പറയണമെന്ന് ചോദിക്കുക. അതിൻ്റെ നമ്മൾ ആസ്വാദ്യത, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കി എന്തെങ്കിലും അതിൻ്റെ ഓരോ പാർട്ടും ടേസ്റ്റ്ഫുള്ളല്ലേ, ഇമ്പോർട്ടൻ്റ് അല്ലേ. മുഴുവനായിട്ടും തന്നെ അത് ഇതാണ്. പക്ഷെ ഓരോന്ന് നമ്മൾ കഴിക്കുമ്പോഴും അത് ആസ്വാദ്യതയോടെയാണ് കഴിക്കുന്നത്, ആസ്വദിച്ചുകൊണ്ടാണ് കഴിക്കുന്നത്. അത് രുചികരമായിട്ട് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഹോൾ ഫുഡ് അതിൻ്റെ ആ ചെറിയ അംശത്തിലും അത് രുചികരമാണ്. അരുചിയാണെങ്കിൽ നമ്മൾ അവഗണിക്കും. ചെറിയൊരു പോർഷനുള്ള അരുചിയാണ്, അതും കൂടെ ഇല്ല, അങ്ങനെ ചെയ്യില്ല. അരുചി ഉണ്ടെങ്കിൽ ടേസ്റ്റ്ലെസ് ആണെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കും. അപ്പോൾ ഒരു ഫുഡ് പൂർണ്ണമായും രുചികരമാണെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ അംശങ്ങളും രുചികരമാണ് എന്ന് പറഞ്ഞ പോലെ ഈ സങ്കീർത്തനം അതിൽ തന്നെ അതിൻ്റെ മനോഹാരിത എത്ര മനോഹരമാണ്. കാരണം ദൈവത്തിൻ്റെ ഒരു ഇൻറ്റിമസി എന്ന് വേണമെങ്കിൽ പറയാം. ഇത്ര ദൈവത്തെ അറിഞ്ഞ ദാവീദിൻ്റെ എൻ്റെ സങ്കീർത്തനമാണെന്ന് പറയുന്നത്. ചിന്തകാരന്മാർക്ക് അതിന് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടോ എന്നറിയില്ല. ഏതായാലും ഇവിടെ ഹെഡിങ്ങിൽ അങ്ങനെ ശീർഷകം അങ്ങനെ തന്നെ പറയുകയാണ്, സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ സങ്കീർത്തനം. ഇത് 24 വാക്യങ്ങളുണ്ട്. ഇത് ഒരുമിച്ച് നമ്മൾക്ക് ചിന്തിക്കാനായിട്ട് ഒരു ഭാഗം കൊണ്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇത് 4 പോർഷനായിട്ട് 24 വാക്യങ്ങൾ 6 വാക്യങ്ങളായിട്ട് അത് 4 പാർട്ടായിട്ട് ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ വായിക്കുന്നത് 1-ാം വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെയാണ്. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്നെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു, നിന്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. ഇത്ര ഹൃദ്യമായിട്ടാണ് ഇത് പറയുന്നത്. ആ വാക്കുകളിൽ ഇത് ദൈവത്തെ അറിഞ്ഞ, ദൈവം സകലം അറിയുന്നു. ദൈവത്തിന് ഓൾ നോയിങ്, ദൈവം സർവജ്ഞാനിയാണ്. ആ ദൈവത്തിൻ്റെ സർവജ്ഞാനിത്വം വെളിപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ ആരംഭ വാക്കുകളിൽ നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ ജ്ഞാനം, അറിവ്, ആഴം എന്നിവിടെ ആഴമേന്ന് പറഞ്ഞ് തന്നെ പൗലോസ് പറയുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ പറയുകയാണ്: ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിൻ്റെ മനസ്സറിഞ്ഞവനാര്? അവന് മന്ത്രിയായിരുന്നവനാര്? അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാര്? സകലവും അവനിൽ നിന്നും അവനാലും
അവങ്കലേക്കും ആകുന്നുവല്ലോ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. ഇത്ര മനോഹരം അതല്ലേ. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴം, ഡീപ്പ്, അതെൻ്റെ ഡെപ്ത്, അത് എത്ര ആഴമായിരിക്കും അത്. ഇവിടെ പറയുകയാണ്, എന്താ പറയുക, യഹോവയെ നീ എന്നെ ശോധനിച്ചതറിഞ്ഞിരിക്കുന്നു. ഓ ലോർഡ്, യു ഹാവ് സെർച്ച്ഡ് മീ ആൻഡ് നോൺ മീ എന്ന് മറ്റൊരു ട്രാൻസ്ലേഷൻ പറയുകയാണ്. യു നോ, ദൈവമേ നീ സകലവും അറിയുന്നു. ഇപ്പോൾ നീ സകലവും അറിയുന്നു. ഇപ്പോൾ യെരമ്യാ പ്രവാചകൻ്റെ അടുക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, ആ താഴ്വരയിൽ വന്നിട്ട് ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് യെഹെസ്കേലിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്. ഉണങ്ങിയ അസ്ഥികൾ എന്ന് പറഞ്ഞൊരു താഴ്വര. പ്രവാചകൻ കൊണ്ട് ദൈവം ചോദിക്കുക, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുക. അവിടെ പ്രവാചകൻ ഇല്ല എന്ന് പറഞ്ഞില്ല, ഉണ്ടെന്നും പറഞ്ഞില്ല. അവിടെ ഒരു വാക്കാണ് പറയുന്നത്, ദൈവമേ നീ അറിയുന്നു. യു നോ, ദൈവത്തിന് അറിയാം. ദൈവം സർവ്വജ്ഞാനിയാണ്, ദൈവത്തിനെല്ലാം അറിയാം. അപ്പം നമ്മുടെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരമല്ല, നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിനെല്ലാം അറിയാമോ. ദൈവത്തിന് അറിയാമെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തെ ചോദിക്കാനല്ല. കുട്ടികളുടെ അടുത്തിൽ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുമ്പോൾ ദൈവത്തിന് അറിയാമെന്ന് ചോദിച്ചു കളയാന്ന് പറഞ്ഞ് കുറേ ചോദ്യങ്ങൾ നിരത്തി കൊണ്ടുവന്നാൽ യുവനോട് ദൈവം ചോദിക്കണം, ഞാൻ 1000 നിനക്ക് ഉത്തരം പറയാൻ പറ്റുമെന്ന്. 1000 ചോദ്യം ചോദിക്കാം, ഒരെണ്ണം നിനക്ക് ഉത്തരം പറയാൻ പറ്റുമോ എന്ന്. ഇപ്പം ദൈവമായിരിക്കുക, ദൈവമായിട്ട് കാണാനുള്ള ഒരു കണ്ണും കൂടെ നമുക്ക് വേണം. ആ കണ്ണില്ലാത്തതുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തെ പരിഹസിക്കുന്നത്. അത് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ അവൻ്റെ മഹത്വം കണ്ടാലോ വിറച്ചു പോകും. വിറക്കിയല്ല, പിന്നെ ഇല്ല. ദൈവത്തിൻ്റെ ദീർഘക്ഷമ എത്ര, അത് രക്ഷയെന്ന് വിചാരിപ്പിക്കുന്നു. നമ്മളോട് ദൈവം കനിവ് തോന്നുന്നു, കൃപ കാണിക്കുന്നത്, ദൈവത്തിൻ്റെ ദീർഘക്ഷമ എത്ര ഉദാത്തമാണ്. ഇവിടെ പറയുകയാണ്, ദൈവം ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ, ദൈവം എല്ലാം അറിയുന്നു, എന്നെ മുഴുവനായി അറിയും ദൈവം. എപ്പോഴും പിന്നെ പറയട്ടെ, ഒരു 10,000 പ്രാവശ്യം പറയാനും നമുക്ക് മടിയില്ല. എന്നെ മുഴുവനായി അറിയുന്ന ദൈവം, എന്നെ ദോഷത്തിനായല്ല ദൈവം എന്നെ അങ്ങനെ അറിയുന്നെന്ന് പറയുന്നത്. എങ്കിലും എൻ്റെ പിന്നാലെ നടന്ന് വടിയും പിടിച്ചുകൊണ്ട് കുറ്റവും കണ്ടെത്തി അങ്ങനെ അല്ല. ദൈവം അവിടുത്തെ സ്നേഹം, അവിടുത്തെ നിസ്തുല്യ സ്നേഹം, അവിടുത്തെ നിസ്തുല്യ ജ്ഞാനം, അതിൻ്റെയൊക്കെ അത് വെച്ച് ദൈവം എന്നെ എല്ലാം അറിയുന്നു. എന്നെ അറിയുന്ന ദൈവം എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. എന്നെ അറിയുന്ന ദൈവം എന്നെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ എനിക്ക് വേണ്ടി തന്ന ദൈവമാണ്. എന്നെ അറിയുന്ന ദൈവം പുത്രൻ മുഖാന്തരം ഇടപെട്ട് പുത്രൻ്റെ ജീവനെ എനിക്ക് വേണ്ടി മറുവിലയെ തന്ന സ്നേഹമാണ്. എന്നെ അറിയുന്ന സ്നേഹം എന്നേക്കും എന്നോട് വസിക്കുവാൻ സ്വർഗത്തിൻ്റെ മഹവാസ്തു ഇറങ്ങി വന്ന ദൈവമാണ്. പെന്തക്കോസ്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവാൻ ദൈവം, ആത്മാവാൻ ദൈവം, ആത്മാവായ എന്നോട് കൂടെ അവനുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സർവ്വജ്ഞാനത്തിൽ നമുക്ക് അപകടകരമല്ല, നമുക്ക് അനുഗ്രഹമാണ് അല്ലേ. ചിലയിടത്തൊക്കെ ഈ ക്യാമറ വെക്കില്ല, അതിനെന്നാ പറയുന്നത്, എന്തോ വെബ് ക്യാം, CCTV ദൃശ്യങ്ങൾ എന്നൊക്കെ പറയില്ല, എങ്ങനെയല്ലേ. അതൊന്നും ഇറ്റ്സ് നോട്ട് 360 ഡിഗ്രി ആംഗിളിൽ ഉണ്ടോ എന്നറിയത്തില്ല. അത് സാധിക്കും, അത് ചില വശങ്ങളൊക്കെ കാണിക്കത്തുള്ളൂ. എന്നാൽ ഇവിടെ മുഴുവനായി അറിയുന്ന ഒരു ദൈവം, ആ ദൈവം അറിയുന്നു. നമ്മൾ നോക്കുന്നത്, ഞാൻ ഒരു വ്യത്യസ്തത കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ പാരൻസ് ചിന്തിക്കുക, കുഞ്ഞുങ്ങൾ അവർ ചെറുപ്പത്തിലെ നിങ്ങളാണ് എല്ലാം അല്ലേ കുളിപ്പിക്കുന്നതും എല്ലാം. പക്ഷെ അന്ന് അവർക്കും ആ നാണമില്ല, അവർക്കും ആ ഷൈനസ് ഇല്ല അല്ലേ. അതെന്താണ്, ആ അമ്മയും കുഞ്ഞും അല്ലെങ്കിൽ ആ പിതാവും മകനും അന്ന് അവരുടെ ബാല്യത്തിൽ ഇതാണ് ഒരു ശൈശവത്തിൻ്റേത്. ഇപ്പം ദൈവം നമ്മളെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ദൈവം ചിന്തിക്കുന്നത്. അന്ന് ആ കുഞ്ഞിനെ ഒരു അമ്മ നോക്കുമ്പോൾ എങ്ങനെ നോക്കുന്നത്. പക്ഷെ പ്രായം ചെന്ന് മുതിർന്നതിന് ശേഷമോ ആ കുഞ്ഞിന് പലതും അങ്ങനെ തൻ്റെ ശരീരഭാഗങ്ങൾ പ്രദർശനത്തിന് അവന് അനുവദനീയമല്ല, അവന് സാധിക്കത്തില്ല, അവനത് ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടാത്ത ഒരു അനുഭവത്തിൽ വളർച്ചയുടെ ഒരു ഇതാണ്. പക്ഷെ ദൈവം എപ്പോഴും നമ്മുടെ പിതാവാണ്. അവൻ നമ്മളെ കാണുന്നത് നമ്മൾ കാണുന്ന പോലെയല്ല. അവൻ ഒരു അപ്പൻ എന്ന രീതിയിൽ, ദൈവം സർവശക്തൻ്റെ ദൈവം എന്ന രീതിയിൽ നമ്മൾ കാണുന്നു. ദൈവത്തിൻ്റെ സ്ഥലം നമ്മളെ തന്നെ അർപ്പിക്കാൻ ദൈവം എല്ലാം അറിയുന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കട്ടെ പറയരെ. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ദൈവത്തിനൊന്നും മറച്ചു വെക്കേണ്ട, എല്ലാം ഓപ്പണ കർത്താവ് നീ എല്ലാം അറിയുന്നു. ആ ഒരു ബോധത്തിൽ നമ്മൾ ജീവിച്ച് നമ്മുടെ ജീവിതം ശരിയാകുമെന്ന് പറയുന്നത്. ദൈവം എല്ലാം അറിയുന്നു, നന്മകൾ മാത്രമല്ല എൻ്റെ ആവശ്യങ്ങൾ എന്താണ് എല്ലാം. ഇവിടെ മുമ്പോട്ട് പറയുകയാണ്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുമെന്ന് നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്തും ഗ്രഹിക്കുന്നു. നിരൂപണങ്ങൾ അറിയുന്ന ആരുണ്ട്? നിരൂപണം ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. യു ഡിസേൺ മൈ തോട്ട്സ് ഫ്രം ഫാർ അവേ. എൻ്റെ ചിന്തകൾ നിനക്കറിയാം, ഡിസേൺ ചെയ്യും. ദൈവത്തിന് അറിയാം, അത് ഇന്നതാണ്, ഇങ്ങനെയാണ് അവൻ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സർവ്വജ്ഞാനിയാണത്, ദൈവത്തിൻ്റെ സർവ്വജ്ഞാനിത്വമാണ്. മാനുഷിക തലത്തിൽ ചിന്തിക്കരുത്, ദൈവത്തിന് അങ്ങനെ പറ്റുമോ, ദൈവത്തിന് സാധിക്കും. ദിസ് ഓൾ മൈറ്റി, ഹീസ് ഓൾ മൈറ്റി. അപ്പോൾ അവിടെ പറയുകയാണ്, എൻ്റെ നിരൂപണം ദൂരത്ത് ഗ്രഹിക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. എൻ്റെ നടപ്പ്, എൻ്റെ കിടപ്പ്,
എല്ലാം നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായി. എൻ്റെ വഴികളൊക്കെ ദൈവത്തിന് അറിയാം. യു സീ മീ വെദർ ഐ ആം വർക്കിംഗ് ഓർ റെസ്റ്റിംഗ്. You know all my actions. Even before I speak, you already knew what I will say. You are all round me on every side. ദൈവം എല്ലാം അറിയുന്നു എന്നുള്ള ചിന്ത അവിടെ പറയാണ്. എൻ്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലാക്കി. യഹോവേ, നീ മുഴുവനും അറിയാം, ഒരു വാക്ക് എൻ്റെ നാവിന്മേലില്ല. പിന്നെ പറയാം, നീ മുമ്പും പിമ്പും എന്നെ അടച്ചു. മുമ്പും പിമ്പും എല്ലാം എന്നെ അടച്ചു. നിൻ്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. ദൈവം നമ്മൾ കെയർ ചെയ്യുന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കരത്തിൽ, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധി നമ്മളെ തന്നെ അർപ്പിച്ചോ, ദൈവത്തിൻ്റെ കരം നമ്മുടെ മേലുണ്ട്. എവരി മൈന്യൂട്ട് തിങ്സ്, ഒരു ചെറിയ കാര്യത്തിൽ പോലും ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടിയുണ്ട്. നമ്മൾ അറിഞ്ഞും അറിയാതെയും നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം. നമ്മൾ ചിന്തിച്ചു കൊള്ളുക. എലീശ പ്രവാചകനെ ബാല്യക്കാരൻ ആ മലയിൽ വന്ന് കൂടിയിരുന്ന സ്വർഗീയ സൈന്യത്തെ കണ്ടില്ല ശത്രുവിന്റെ രാജകുമാർ വന്നപ്പോൾ. എന്നാൽ അവൻ കാണത്തക്കണം, അവൻ്റെ കണ്ണ് തുറന്നു. പ്രിയരെ, നമ്മുടെ കണ്ണ് തുറന്നെങ്കിൽ നമ്മൾ എന്തെല്ലാം കാണും. ആത്മലോകത്തിൽ നമ്മളെ സംരക്ഷിക്കുന്ന മാലാഖമാർ, നമ്മൾ പോകുന്നിടത്ത് ചിലരുടെ കണ്ണുകൾ അന്ധമാക്കുന്ന ദൈവം. അവർ നമ്മൾ കാണുന്നില്ലായിരിക്കാം. കാണേണ്ടത് കാണുവാൻ, കാണരുതാത്ത കാണാതിരിക്കാൻ കൊണ്ട് നമ്മളെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കാര്യം. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നൊരു ദിവസമുണ്ട്. നമ്മളെല്ലാ ജീവിതത്തെയും പ്രവർത്തിച്ച് ഓരോന്ന് ദൈവം വെളിപ്പെടുന്ന ദിവസം. അത് എത്ര മനോഹരമായിരിക്കും. ഇവിടെ പറയാണ്, നീ മുമ്പും പിമ്പും എന്നെ അടച്ചു, നിൻ്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. ഈ ദൈവമെല്ലാം അറിയുന്നു എന്ന് പറയുന്ന ഈ പരിജ്ഞാനം അതെനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ ഉന്നതമായിരിക്കുന്നു. അത് ഓൾ അണ്ടർസ്റ്റാൻഡ്സ്, ബിയോണ്ട് ഓൾ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. യുവർ നോളജ് ഓഫ് മീ ഈസ് ടു ഡീപ്പ്, ഇറ്റ് ഈസ് ബിയോണ്ട് മൈ അണ്ടർസ്റ്റാൻഡിങ്. എൻ്റെ മനസ്സിലാക്കലിനൊക്കെ മുകളിലാണത്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല എൻ്റെ ഈ കുഞ്ഞു ബുദ്ധിയിൽ. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഈ തൃത്വത്തെക്കുറിച്ച് അഗസ്റ്റിനോസ് അല്ല, ഒരു സെയിൻറ്റ്, അദ്ദേഹം ഈ തൃത്വത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് വേണ്ടി ഈ കടൽ തീരത്തേക്ക് ഇങ്ങനെ പോയി ചിന്തിച്ചു നടക്കുക. തൃത്വത്തെക്കുറിച്ച്, തൃത്വം ഇങ്ങനെ ത്രിയേക ദൈവത്തിൻ്റെ തൃത്വത്തെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം തീരത്തൊരു ദർശനം കാണുകയാണ്. ഒരു റിയലിസ്റ്റിക് ആയിട്ടായിരിക്കാം. അത് ഒരു കുറച്ച് സമയത്തേക്ക് ഒരു കുട്ടി വന്ന് തീരത്തിരുന്നിട്ട്, കടൽ തീരത്തിരുന്നിട്ട് ഒരു ചെറിയ കുഴി കുഴിച്ചിട്ട് ഓരോ കൈക്കൊമ്പിൽ കൊണ്ട് വെള്ളം കൊണ്ട് ഒഴിക്കും. അത് ആ വെള്ളം താണു പോവും. പിന്നെയും ഒഴിക്കും, വെള്ളം താണു പോവും. അപ്പോൾ ഈ കുഞ്ഞിനോട് ചോദിക്കുകയാണ്, ഇദ്ദേഹം ചോദിക്കുകയാണ്, നീ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു, ഞാൻ ഈ കടലിൽ വെള്ളം കുഴിയിൽ നിറയ്ക്കാൻ നോക്കുവാണെന്ന്. എന്ത് ഫൂളിഷാണ് നീ കുട്ടി, അത് എന്ത് മണ്ടത്തിട്ട് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ആ കുട്ടി അപ്രത്യക്ഷമാകുകയാണ്. ഒരു വിത്തിൻ സെക്കൻഡ്സ് ആ കുട്ടി അപ്രത്യക്ഷമാകാണ്. ഉടനെ ഇദ്ദേഹത്തിൻ്റെ ചിന്തയിലേക്ക് പോവാണ്. ഈ സർവ്വജ്ഞാനിയ സർവ്വവ്യാപിയായ ദൈവത്തെ നിൻ്റെ ചിന്തയിൽ കൂടെ മനസ്സിലാക്കി എടുക്കാമെന്ന് പറയുന്ന മനുഷ്യ, നീ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്, നമുക്കത് ഉൾക്കൊള്ളാം. മറിഞ്ഞിരിക്കുന്ന ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് എല്ലാം അറിയ ദൈവത്തിന് നമ്മളെ തന്നെ എളിമപ്പെടുത്താം. ദൈവം എല്ലാം അറിയുന്നു. എൻ്റെ മുഴുവൻ എൻ്റെ നടപ്പും കിടപ്പും എൻ്റെ വാക്കും പ്രവൃത്തി എല്ലാം അറിയുന്ന ദൈവം. ആ ദൈവം എൻ്റെ ശത്രുവല്ല, ആ ദൈവം എൻ്റെ മിത്രമാണ്. എൻ്റെ ദൈവം പിതാവാണ്. ആ ദൈവം എൻ്റെ രക്ഷകനാണ്. ആ ദൈവം എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. എൻ്റെ ദൈവം എന്നെ ശത്രുവശത്തും എന്നേക്കുമായി വീണ്ടെടുക്കുവാൻ വന്നവനാണ്. വീണ്ടെടുക്കുവാൻ തൻ്റെ പുത്രനെ എനിക്ക് വേണ്ടി തന്നതാണ്. പുത്രൻ തൻ്റെ ജീവൻ എനിക്ക് വേണ്ടി തന്നതാണ്. ആ സ്നേഹമാണ് നമ്മൾ ക്രൂശിൽ കാണുന്നത്. തന്നെ തകർത്തുകൊള്ളുവാൻ മനസ്സോടെ സമർപ്പിച്ച പുത്രൻ തമ്പുരാൻ. പുത്രനെ നമുക്ക് വേണ്ടി തകർത്തുകൊള്ളുവാൻ മനസ്സായ പിതാവാണ് ദൈവം. നമ്മൾ ചിന്തിക്കുക, ഈ സത്യങ്ങളെല്ലാം നമുക്ക് ഗ്രഹിച്ചു തരുന്ന പരിശുദ്ധാത്മാവാണ് ദൈവം. കൂടെയൊക്കെ കടന്നുപോയി സത്യങ്ങളൊക്കെ വീണ്ടും ഗ്രഹിക്കുവാൻ, അനുഭവവേദ്യമാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ രൂപ നമ്മെല്ലാവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, നന്ദിയോടെ ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പറയുവാൻ വാക്കുകളില്ലാതെ വണ്ണം അവിടുത്തെ ജ്ഞാനത്തിന് മുമ്പിൽ പലപ്പോഴും ഞങ്ങൾ അത്ഭുത സ്തബ്ധരായി പോകുന്നു. ഇവിടെ സങ്കീർത്തനൻ പറഞ്ഞതുപോലെ ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അത് ഗ്രഹിച്ചുകൂടാതെ ഉന്നതമായിരിക്കുന്നു ഞങ്ങൾ ചേർന്ന് പറയട്ടെ. എല്ലാം അറിയുന്ന സന്നദ്ധിയിൽ ഞങ്ങളെ തന്നെ അർപ്പണം ചെയ്യുന്നപ്പാ, അവിടുത്തെ കൃപ ഞങ്ങളെ ചുറ്റിപ്പൊതിയണമേ. തിരുമുഖത്ത് ഞങ്ങളിൽ നിറയണമേ. തിരുസാക്ഷികളായി ഞങ്ങളെ അവിടുന്ന് മാറ്റണമേ. ദിവ്യജ്ഞാനത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണം. മുഖത്തോടുന്ന് മാത്രം എടുക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം മഹിമപ്പെടുവാനായിട്ട് തന്നെ. ആമേൻ.